പട്ടം പ്ലാമൂടുള്ള ചുട്ടമീൻ. വെൽക്കം ടു ഫുഡ് വിത്ത് ട്രാവൽ. ഞാൻ അശ്വിൻ രംഗാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. പട്ടത്തെ നമ്മുടെ പ്ലാമൂട് തെക്കുമൂട് റോഡിലുള്ള ചുട്ടമീൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭവങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചുട്ടെടുക്കുന്ന മീനിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട്. ആവോലി, അഴുത, വളയോട്, നെയ്മീൻ, ശേരിമീൻ എന്ന് വേണ്ട കൊഞ്ചും കണവയും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കണ്ണുമുന്നിൽ വെച്ച് തന്നെ ഇവർ ചുട്ടു നൽകും. ഈ സായണ്ണക്കട 5 മണി മുതൽ തന്നെയാണ് തിരക്ക് ആരംഭിക്കുന്നത്. ഏതാണ്ട് 10 മണി വരെയാണ് തിരക്ക്. ഈ കാണുന്ന മീനുകളാണ് അവിടെ ചുട്ടെടുക്കുന്നത്. ഇത് റെഡ് ഹമോർ, പുള്ളിക്കലവ, കൊഞ്ച്, കണവ. അപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അവരുടെ സ്പെഷ്യൽ ഒരു മസാലയുണ്ട്. ആ മസാലയ്ക്കകത്താണ് ഈ റെഡ് ഹമോർ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ കാണിച്ചു തന്നു ഈ മസാലയ്ക്കകത്ത് റെഡ് ഹമോർ മുക്കി എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഈ റെഡ് ഹമോർ മസാലയിൽ മുക്കി ഏകദേശം 10 മിനിറ്റോളം വെച്ചതിന് ശേഷം ഗ്രില്ലെടുത്ത് വയ്ക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള മീൻ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏകദേശം 30 മിനിറ്റോളം സമയമെടുക്കും ഒരു മീൻ ചുട്ടെടുക്കാൻ. രുചിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഹമൂർ ആയതുകൊണ്ട് ആവശ്യക്കാരും ഹമൂറിനാണ്. മുൻപേ ഓർഡർ കൊടുത്ത് മീൻ കഴിക്കാൻ വരുന്നവരും അവിടെ വന്ന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തതിനുമായ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. അങ്ങനെ ഇവിടെ റെഡ് ഹമോർ ഗ്രില്ലിൽ വെച്ച് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചുട്ടെടുക്കുന്ന മീനിൻ്റെ ഗുണങ്ങൾ ഞാൻ മറഞ്ഞു തരണ്ടല്ലോ. ഇതാണ്ട ഇവിടെ ഹമോർ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മുടെ പറഞ്ഞു ഇവിടെ ടൈഗർ പ്രോൺസ് നേരത്തെ കാണിച്ചുകൊണ്ട് അത് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ടൈഗർ പ്രോൺസ് വറുക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ടൈഗർ പ്രോൺസ് അവിടെ മസാലയെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത് കാണിച്ചു തന്നു. ഒരു രക്ഷയില്ല, നല്ല മണമാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് സമയമായി കഴിഞ്ഞു. നല്ലതുപോലെ വെന്തു. അപ്പോഴാണ് അവിടെ നല്ല നാടൻ കോഴി പൊരിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ മസാലയിൽ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിലും നമുക്ക് ഓരോന്നും പറഞ്ഞു തരികയും
അത് വീഡിയോ എടുക്കാൻ സഹായിക്കുകയും ചെയ്ത് അവർ നല്ല രീതിയിൽ സഹകരിക്കുകയായിരുന്നു. ഇത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ റെഡ് ഹമൂറിന് നല്ലതുപോലെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം അവരതിൻ്റെ മുകളിൽ ബട്ടർ തേക്കുകയാണ്. അപ്പോൾ ഇത് അവസാനത്തെ പരിപാടിയാണ്. ഈ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ചുട്ട മീനിൻ്റെ പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ മറ്റേ സൈഡിൽ നല്ല നാടൻ കോഴി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തന്ന് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കണവയാണ്. കണവയും മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കണവ മസാല പുരട്ടി വെച്ചിരുന്നത് എണ്ണയിലിട്ട് അതും വറുത്തെടുക്കുവാണ്. നല്ല കണവ ഫ്രൈ. ഹമൂറുകൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, തിരക്ക് കൂടി. പാഴ്സൽ കൊണ്ടുപോകുന്നവരുടെയും വന്നിരുന്ന് കഴിക്കുന്നവരുടെയൊക്കെ തിരക്കാണിപ്പോൾ. അപ്പോൾ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ പുട്ടും ബറോട്ടയും മീൻകറിയും കൂടെ ഒരു നല്ല കട്ടൻ ചായയും. അപ്പോൾ നമ്മളും ഒരു റെഡ് ഹമൂർ ഓർഡർ ചെയ്തു. ഹമൂറ് മീനാണ്. നമ്മളത് വിളിച്ച് വന്നിട്ട് ഇഷ്ടം വിചാരിച്ചത് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ നമ്മൾ കണ്ട് ചുട്ടെടുക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. പ്രോസസ്സാണല്ലോ ചെയ്തത്. ഇതുപോലെയാണ് നമ്മൾ പുട്ട് കൊണ്ട് പൊറോട്ടയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും അതൊക്കെ സ്ഥലം വിടാം. ഓക്കെ, അപ്പോൾ ചുട്ടമീൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.